ജെറമ്യ 47 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുമ്പ് ഫിലിസ്തരെക്കുറിച്ച് ജെറമ്യായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവഹമായി തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്തരെ ഉന്മൂലനം ചെയ്യുകയും ടയറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തേർ തീരത്ത് അവശേഷിച്ച ഫിലിസ്തരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്യമിൻ്റെ അവശിഷ്ട ജനമേ, എത്ര നാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. ജെറമ്യ 48 1 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മൊവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു, നെബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യതീരമാകയാൽ കിരിയാത്തീം ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിന്റെ പ്രശംസി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്കവിടെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ ഹൊറോണൈമിൽ നിന്ന് ഒരു വിലാപസ്വരം, ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു, സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയർന്നു. ഹൊറോണിയും ഇറക്കത്തിൽ അവർ നാശത്തിൻ്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവ് പ്രവാസിയാകും, ഒപ്പം അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്യുന്നതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിൻ്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല. പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെ കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങളെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. മോവാബിൻ്റെ നാശം സമീപിച്ചു, അവൻ്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവൻ്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ. അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൺ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ട നിലത്തിരിക്കുക. മോവാബിൻ്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവരോടും ഓടി രക്ഷപ്പെടുന്നവോളം എന്ത് സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൻ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജാക്സ, മെഫാത്ത്, ദീബോർ, നെബോ, ബഥീം, ലാഥീം,
കിരിയാഥീം, ബത്ഗാമുൽ, ബെത്മയോൺ, കെരിയോത്ത്, ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബി ജനങ്ങളുടെയും മേൽന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിൻ്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദ്ദിയിൽ കിടന്നുരുളട്ടെ, അവനും അപമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മോവാബ് നിവാസികളെ നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മോവാബിൻ്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്വം! അവൻ്റെ ഔന്നത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ പൊങ്ങച്ചം പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു, മോവാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹേ രഹസ്യപ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിബായുടെ മുന്തിരിവള്ളി ജാസീറിനെ ഓർത്ത് എന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്നു, ജാസീർ വരെ എത്തി. നിന്റെ വേനൽ ഖനികളെയും മുന്തിരി വിളവുകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ഫലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല, ആർപ്പുവിളിയോട് ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് വരുന്നത്. ഹെഷ്ബോണും എലയാലയും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണിയായും എഗ്ലാദ് ശിലയും വരെയും അത് കേൾക്കുന്നു. സിമ്രയും ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലി അർപ്പിക്കുകയും ധൂപാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹേ രഹസ്യരെയും മോവാബിരെയും ഓർത്ത് വിലാപസ്വരം ഉതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി, അരയിൽ ചാക്കൊടുത്തു. മോവാബിൻ്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മോവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബ് നിശേഷം നശിച്ചു, അവർ എത്ര വിലപിക്കുന്നു. മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു, ചുറ്റുമുള്ള ആളുകളിൽ നിന്നയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നു വരും. അവൻ മോവാബിനെതിരെ ചിറക് വിടർത്തും. നഗരങ്ങൾ അവന് അധീനമാകും, കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും, അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉയർത്തിയല്ലോ. മോവാബിരെ, നിങ്ങളുടെ മുമ്പിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുന്നവൻ കുഴിയിൽ വധിക്കും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിൻ്റെ ശിക്ഷാവർഷത്തിൽ ഞാൻ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിൻ്റെ നിഴലിൽ ദുർബലരായിരുന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു, സീഹോൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർത്തു, കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബിന് നിനക്ക് ദുരിതം. കെമോഷിൻ്റെ ജനം നിർജീവമായി, നിന്റെ പുത്രന്മാർ അടിമകളായി, നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെ ആയിരിക്കും മോവാബിൻ്റെ ശിക്ഷ.